അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഫൗസിയ ബഷീർ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ക്രീമോ ഒരു മരുന്നോ ഇല്ലാതെ മുഖം തിളങ്ങാനുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു ദുആ ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. വെറും 3 ദിവസം കൊണ്ട് നിങ്ങളുടെ മുഖത്ത് ആ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. ഭയങ്കരം എഫക്റ്റീവാണ്. ആളുകൾ നിങ്ങളോട് ചോദിക്കും, എന്താണ് നിങ്ങൾ മുഖത്ത് തേച്ചത്, ആ ക്രീമിൻ്റെ പേരൊന്ന് നിങ്ങൾ പറഞ്ഞു തരുമോ എന്ന്. അപ്പോൾ ഞാൻ പറയുന്ന അതേ രീതിയിൽ വേണം നിങ്ങൾ കാര്യം ചെയ്യാൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി നിങ്ങളുടെ മുഖത്ത് വല്ല കുരുകളോ അടയാളങ്ങളോ അല്ലെങ്കിൽ വല്ല ചർമ്മ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒക്കെ മാറിക്കിട്ടും. എന്താക്കുക, നന്നായിട്ട് വിശ്വാസം അർപ്പിക്കുക. ഓക്കെ, അതിന് മുമ്പായിട്ട് കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പലരും എന്നോട് ദുആ ചെയ്യുമോ താത്ത എന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, മുഴുവനായിട്ടുള്ള പേര് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ പേരറിയാതെ എനിക്ക് ദുആ ചെയ്യുമ്പോൾ ഇന്ന ആൾ എന്നെനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. നിങ്ങളുടെ പേരുണ്ടാകുമ്പോൾ എനിക്ക് നിങ്ങളുടെ പേര് വെച്ചിട്ട് എൻ്റെ ദുആയിൽ നിങ്ങളെയും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യും, എനിക്ക് വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ആ അമൽ എന്താണെന്ന് നോക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ മുഖത്തെ ആ പ്രകാശം നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ ചർമ്മവുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രശ്നങ്ങൾക്കും നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 5 വക്കത്ത് നിസ്കരിക്കുക. 5 വക്കത്തിൽ നമ്മൾ എടുക്കുന്ന വുളു ഉണ്ടല്ലോ, അത് നമുക്ക് നൽകുന്ന പ്രകാശത്തേക്കാൾ മറ്റൊരു പ്രകാശം ഒരു വസ്തുവിനും നമ്മളുടെ സ്കിന്നിന് നൽകാൻ പറ്റൂല. അപ്പോൾ ഏത് സമയത്തും നിങ്ങൾ വുളു ഉള്ളവരാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അമലിലേക്ക് കടക്കാം. ആദ്യത്തെ ഫസ്റ്റ് കാര്യം നമ്മൾ പ്രാർത്ഥിക്കുക എന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ നമസ്കരിക്കുക, അത് നിസ്കരിക്കുക. അതിനുശേഷമേ നമ്മൾക്ക് എന്തിനുമുള്ള വിജയം ലഭിക്കുകയുള്ളൂ. ഞാൻ പറയുന്ന പ്രകാരം തന്നെ ചെയ്യുക. ഫസ്റ്റ് നമസ്കാരം, പ്രാർത്ഥന, അതിനുശേഷം ഈ അമൽ. നമ്മൾ രാത്രി കിടക്കുന്ന സമയത്താണ് ഇത് ചെയ്യേണ്ടത്. നമ്മൾ എവിടെയാണോ കിടക്കുന്നത്, ബെഡിലോ അല്ലെങ്കിൽ താഴെയോ എവിടെയാണെന്ന് വെച്ചാൽ ആ കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് അടുത്ത് വെക്കണം. ഈ അമൽ ചെയ്യാൻ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ കിടക്കുന്ന സ്ഥലത്ത് ഇരിക്കുക. നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഓക്കെ, എല്ലാ ജോലിയും കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ നിങ്ങൾ കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കിടക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് കിടക്കാൻ പോകുന്ന സ്ഥലത്ത് ഇരിക്കുക. അതിന് മുമ്പ് ഒരു കുപ്പി വെള്ളം എടുത്ത് അടുത്ത് വെക്കുക. ഒരു കുപ്പി വെള്ളം അടുത്തെടുത്ത് വെക്കാൻ ഞാൻ പറഞ്ഞു. വെക്കുമ്പോൾ കുപ്പി അടപ്പുള്ളതായിരിക്കണം, മൂടിയുള്ളത്. ഓക്കെ, വെള്ളം എടുത്ത് വെച്ചു. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, 3 വട്ടം സ്വലാത്ത് ചൊല്ലുക. നിങ്ങൾക്ക് അറിയുന്ന ഏത് സ്വലാത്തും ചൊല്ലാം. നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ 3 സ്വലാത്ത് ചൊല്ലുക. നമുക്ക് അറിയുന്ന ഈ സ്വലാത്ത് ചൊല്ലിയാലും മതി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വലാത്ത് ചൊല്ലുക ഫസ്റ്റ്. ഓക്കെ, അതിനുശേഷം രണ്ടാമത് അള്ളാഹുവിൻ്റെ നാമമായ യാ നൂറു യാ അള്ളാഹ്, യാ നൂറു യാ അള്ളാഹ്, യാ നൂറു യാ അള്ളാഹ് എന്ന് 33 വട്ടം ചൊല്ലുക. മനസ്സിലായില്ലേ? ഫസ്റ്റ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലി, സെക്കൻഡ് അള്ളാഹുവിൻ്റെ പേരിൽ 33 വട്ടം യാ നൂറു യാ അള്ളാഹ് എന്ന് ചൊല്ലുക. അതിനുശേഷം ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം ദുആ, ആ ദുആ നിങ്ങൾ ചൊല്ലുക ഈ വിധം: അല്ലാഹുമ്മ ജഅൽ ഫീ വജ്ഹി നൂറാ വതഹിർ ബശറതി മിൻ കുല്ലി ദനസിം വഅയ്ബിൻ വഅദ്ഹിബിൽ ഹുബൂബ വൽ അസാറ വർസുഖ്നി സുഹ്ഹതം വജമാലം വസുകൂനാ ആമീൻ എന്ന് നമ്മൾ ചൊല്ലുക. ഇത് ചൊല്ലുന്ന സമയത്ത് ഇതിൻ്റെ അർത്ഥം കൂടി അറിഞ്ഞിരിക്കണം. അർത്ഥം ഞാൻ പറഞ്ഞുതരാം. അല്ലാഹുവേ, എൻ്റെ മുഖത്ത് നീ പ്രകാശം നൽകണമേ. എൻ്റെ ചർമ്മത്തെ എല്ലാ കളങ്കങ്ങളിൽ നിന്നും അപൂർണതകളിൽ നിന്നും ശുദ്ധീകരിക്കണമേ. മുഖക്കുരുവും പാടുകളും നീക്കം ചെയ്യണമേ. എനിക്ക് ആരോഗ്യവും സൗന്ദര്യവും ശാന്തിയും ക്ഷമയും നൽകണമേ. ആമീൻ എന്ന് ഈ ദുആ അർത്ഥസഹിതം ആത്മാർത്ഥമായിട്ട് ചൊല്ലിയിട്ട് 1 വട്ടം ചൊല്ലുക. അതിനുശേഷം അള്ളാഹുവിൻ്റെ മറ്റൊരു നാമമായ യാ ജമീലു യാ അള്ളാഹ്, യാ ജമീലു യാ അള്ളാഹ്, യാ ജമീലു യാ അള്ളാഹ് എന്ന് 100 വട്ടം ചൊല്ലുക. അതിനുശേഷം എന്താക്കുക, അവസാനം നമ്മൾ ഫസ്റ്റ് സ്വലാത്ത് ചൊല്ലിയില്ലേ, അതുപോലെ തന്നെ അവസാനം 3 വട്ടം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ 3 വട്ടം സ്വലാത്ത് ചൊല്ലുക. എന്നിട്ട് എടുത്തു വെച്ച വെള്ളത്തിൻ്റെ മൂടി തുറന്നിട്ട് ആ കുപ്പിയിലേക്ക് എന്ത് ചെയ്യുക, 3 വട്ടം നമ്മൾ ഊതിയതിന് ശേഷം ആ കുപ്പി അടപ്പിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ 2 കൈയും ഇങ്ങനെ വെച്ചിട്ട് വലത് കൈയിലും ഊതിയിട്ട് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ തടവുക. ഇതിപ്പോൾ 1 ദിവസത്തെ രീതിയാണ്. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ രീതി 2ാമത്തെ ദിവസവും ഇതേ രീതി ചെയ്യുക.
മൂന്നാമത്തെ ദിവസവും ഇതേ രീതി തന്നെ ചെയ്യുക. ഈ പറഞ്ഞ പ്രകാരം, ഞാൻ മുകളിൽ പറഞ്ഞ പ്രകാരം തന്നെ 3 വട്ടം ചെയ്യുക, 3 ദിവസം ചെയ്യുക. അതാണ് 3 ദിവസത്തെ അമലാണിത് കേട്ടോ. 3 ദിവസമാണ്, അതായത് 3 വട്ടമല്ല. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് അടുത്ത നമുക്ക് നോക്കാം. അപ്പോൾ 3 രാത്രികളിലും നിങ്ങൾ ഈ അമൽ ചെയ്യുക. 3 രാത്രികളിലാണ് ഈ അമൽ ചെയ്യാനുള്ളത്. അങ്ങനെ നമ്മൾ ആ വെള്ളത്തിലേക്ക് ഊതാനുള്ളതെല്ലാം ഊതിക്കഴിഞ്ഞു. ഇനി അടുത്ത എന്താക്കുക, 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളം നമ്മൾ രാവിലെയും വൈകിട്ടും വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നതിൻ്റെ ശരിയായ രീതിയിൽ, സുന്നത്തായ രീതിയിൽ ഇരുന്നു കൊണ്ട്, സ്ത്രീകളാണെങ്കിൽ തല മറച്ചുകൊണ്ട് ഓരോ മുറുക്ക് വീതം, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കുടിക്കാൻ പറഞ്ഞിട്ടില്ലേ, ധൃതിയിൽ കുടിക്കാൻ പാടില്ല, ഓരോ ശ്വാസം അങ്ങനെ ഒരു മുറുക്ക് അടിച്ചൊരു ശ്വാസം വിടുന്ന, 3 ശ്വാസം വിടുന്ന രീതിയിൽ നമ്മൾ രാവിലെയും വൈകിട്ടുമായിട്ട് മുറുക്ക് വീതം കുടിക്കുക. അല്ലെങ്കിൽ ആ ദിവസം മുഴുവൻ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാം, അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടുമായിട്ട് ഈ വെള്ളം നിങ്ങൾ കുടിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുക, ഈ അമൽ എന്ന് പറയുന്നത് ഭയങ്കര കറാമത്തുള്ളതാണ്. നിങ്ങളുടെ സ്കിന്നുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, ശരീരത്തിനകത്തുള്ള എല്ലാവിധ അസുഖങ്ങൾക്കും മാത്രമല്ല, കണ്ണേറുകൾ തട്ടിയിട്ട് സൗന്ദര്യം പോയവരും, പിന്നെ സിഹിർ മൂലം സൗന്ദര്യം പോയവരും, അല്ലാതെ സിഹിറും കണ്ണേറൊക്കെ ബാധിച്ചവർക്കും എല്ലാം ഇത് ശിഫയാവും. അതുമാത്രമല്ല, സ്കിന്നുമായിട്ട് പ്രശ്നമുള്ള എല്ലാവർക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാം മാറിക്കിട്ടുന്നതാണ്. 3 ദിവസത്തെ അമലാണ്. അപ്പോൾ ആ വെള്ളം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് 3 ദിവസം നമ്മൾ ചൊല്ലിയിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ അങ്ങനെ ഈ സ്കിന്നായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്ന വലിയ മരുന്ന്, വലിയ പൈസ കൊടുത്തിട്ട് മരുന്നും ക്രീമൊന്നും വാങ്ങാൻ കഴിവില്ലാത്ത ഒരുപാട് പാവപ്പെട്ട മക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പ്രാർത്ഥന കൊണ്ട് നടക്കാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാം ശരിയാവും. പടച്ചോൻ തൗഫീഖിന് നൽകുമാറാകട്ടെ. ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.